കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം നമ്മുടെ പേഷ്യൻ്റായിട്ട് വന്നു. അദ്ദേഹം വളരെ കരുത്തനായ മനുഷ്യനായിരുന്നു. കരുത്തൻ എന്ന് പറഞ്ഞ ഇൻ ദ സെൻസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കരമായിട്ട് കരുത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ എന്താ ജീവിതം എന്ന് പറയുന്നത്, മരണം എന്നൊക്കെ പറയുന്നത് ഒരു 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 പിള്ളേരുകളി പോലെയാണ്. വലിയ കാര്യമൊന്നുമില്ല, ഒരു തമാശക്കളി പോലെ അദ്ദേഹം എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ എന്നോട് ഒരുപാട് സംസാരിക്കുമായിരുന്നു. പൊതുസമൂഹത്തിൽ അദ്ദേഹം അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് വലിയ അറിവില്ല എന്നാണ് പൊതുസമൂഹം ധരിച്ചു. പക്ഷേ അങ്ങനെയല്ല, അതിഭയങ്കരമായ നോളജ് ഉണ്ടായിരുന്ന ആളാണ്. അതിശയകരമായ നോളജ് ഉണ്ടായിരുന്ന ആളായിരുന്നു. വലിയ ആത്മബന്ധം വന്നു ഞാനുമായിട്ട്. അദ്ദേഹത്തിനൊരു മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു. ഇച്ചിരി മോശപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ അദ്ദേഹം ഒരു 2 വർഷത്തോളം അദ്ദേഹം RCCയിൽ വന്നിരുന്നു. വരുമ്പോഴെല്ലാം എന്നെ കാണും, സംസാരിക്കും, ഓരോ കാര്യങ്ങൾ പറയും. ഈ മരണത്തെക്കുറിച്ചൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തെക്കുറിച്ച് അദ്ദേഹം ആ രോഗത്തെ അദ്ദേഹം അവഗണിച്ച് വയ്ക്കുക, നിസ്സാരവൽക്കരിച്ചാണ് സംസാരിക്കുന്നത്. സാരമില്ല, മരിക്കാനാണെങ്കിൽ എപ്പോഴും മരിക്കും, അത് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള തരത്തിലാണ്. അങ്ങനെ മരണത്തെ ഈ പുറംകാല് കൊണ്ട് അടിച്ച് കളയാൻ കഴിയുന്ന കരുത്തുള്ള മനുഷ്യൻ ഒരു ദിവസം എന്നെ അവിടുത്തെ വാർഡിലെ സിസ്റ്റർ വൈകുന്നേരത്ത് വിളിക്കുന്ന ഒരു 4 മണിയായപ്പം, സാർ ഇന്നാര് ഇവിടെ കിടപ്പുണ്ട്, സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പോയി. പെട്ടെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം സംസാരിക്കുന്നില്ല. അപ്പോൾ എന്നെ കണ്ടപ്പം അടുത്ത് വിളിച്ചു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ കട്ടിലിൻ്റെ സൈഡിലിരുന്നു. ഇരുന്നുകൊണ്ട് അദ്ദേഹം എൻ്റെ കയ്യിൽ ഇങ്ങനെ കൈ പിടിച്ചു. കൈ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് കരയുകയാണ്. പൊട്ടി കരയുക. എല്ലാവരും അന്തം വിട്ടു. ഇദ്ദേഹം ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല ആരും. ജീവിതത്തിൽ അദ്ദേഹം കരഞ്ഞാരും കണ്ടാൽ എനിക്ക് തോന്നില്ല. അത്ര കരുത്തനാണ് അദ്ദേഹം. ഇങ്ങനെ കരയുക. എനിക്ക് എന്നോടൊന്നും സംസാരിക്കുന്നില്ല. കയ്യിൽ പിടിച്ചിരിക്കുന്നു, കയ്യിൽ നിന്ന് വിടാതെ ഇങ്ങനെ കരഞ്ഞ് പെട്ടെന്ന് ഏങ്ങലായി മാറി. ശബ്ദമില്ലാത്ത ഏങ്ങലായി മാറി. കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് പുള്ളി മയക്കത്തിലേക്ക് പോയി. എന്നിട്ടും പിടിവിടാതിരിക്കും. ഞാൻ പിന്നെ മെല്ലെ കൈ അയച്ച് ഇങ്ങനെ വെച്ചിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് തന്നെ വീണ്ടും വിളിക്കുന്നു, സാറേ അദ്ദേഹം മരിച്ചു. ഇപ്പോഴും എന്നെ അലട്ടുന്ന ഒരു പ്രഹേളികയാണത്. എന്തിനാണ് ആ മനുഷ്യൻ കരഞ്ഞത്? ജീവിതത്തെ ഞാൻ പറഞ്ഞില്ലേ, വളരെ നിസ്സാരവൽക്കരിച്ച് ജീവിതവും മരണവുമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്ന് അമ്മാനമാടുന്ന ചില ഈ പന്ത് പോലെയായിരുന്നു. പക്ഷേ ആ മരണമടുത്ത സമയം എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു ദിവ്യദൃഷ്ടി വല്ലതും ഉണ്ടായെന്ന് എനിക്കറിയില്ല. മരിച്ചു പോകുന്നൊരു ബോധ്യം വന്നെന്നറിയാം. എന്നെ വിളിച്ചത് എന്തിനാണ്? എൻ്റെ കയ്യിൽ കയറി പിടിച്ച് എന്തിനാണ്? സംസാരിക്കാതെ കരഞ്ഞത് എന്തിനാണ്? ഇപ്പോഴും ചോദ്യം. അതിന് ചോദിക്കാൻ പിന്നെ അദ്ദേഹമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഈ ജീവിതം എത്ര മനോഹരമായിരുന്നു. ഇപ്പോഴെല്ലാം മാഞ്ഞു പോകാൻ പോയാണ്. ഈ ഭൂമി പോകുന്നു, നക്ഷത്രങ്ങൾ പോകുന്നു, ആകാശം പോകുന്നു, ചുറ്റുപാടുകൾ പോകുന്നു, ഈ പറഞ്ഞ സ്നേഹം പോകുന്നു, സുഹൃത്തുക്കൾ പോകുന്നു, എല്ലാം പോകുന്നു. ഈ വർണ്ണ തന്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ്, അദൃശ്യമായി പോവുകയാണ്. ഇതുവരെ ലൈവായിട്ട് നിന്ന സാധനങ്ങളൊക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു. മറ്റേ നമ്മൾ ഉറങ്ങിക്കിടന്നാൽ തിരിച്ചു വരുമല്ലോ. ഇതിനി ഇല്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് വന്നതിന് ആ നിരാശയോ വിഷമോ വിഷാദമോ എന്തെന്നറിയില്ല, എന്തോ ഒരു വികാരം ഇപ്പോഴും നമുക്ക് വ്യവച്ഛേദിച്ചറിയാൻ കഴിയാത്ത എന്തോ ഒന്ന് അദ്ദേഹത്തെ ആ അവസാന നിമിഷം ഭരിച്ചിരുന്നുള്ളതാണ് സത്യം. ഇപ്പോഴും എന്നെ അലട്ടുന്ന ഒരു വല്ലാത്ത ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പറയാനാണെങ്കിൽ 35 വർഷത്തെ ജീവിതത്തിൽ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് ഈ പുറം ലോകം അറിയാത്ത അല്ലെങ്കിൽ മറ്റ് മനുഷ്യർ കാണാത്ത തരത്തിലുള്ള ഭാവങ്ങൾ. മനുഷ്യൻ മാറുന്നു. ഈ ക്യാൻസറായിട്ട് വരുമ്പം നിസ്സഹായനായി നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ ഈ അവിടെ കുട്ടികളൊക്കെ, നമ്മുടെ റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ചില ആൾക്കാരോടൊക്കെ ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയും. സംസാരം, ആൾക്കാർ കയറി ചില ഉടക്കുകളൊക്കെ ഉണ്ടാക്കും. അപ്പം വരുന്ന സമയത്ത് രോഗിയായിട്ട് വരുന്ന സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, എല്ലാവരും വരുന്ന രോഗിയായിട്ടല്ല, ഷാഡോ വരികയുണ്ട് എല്ലാവർക്കും. ഞാൻ വലിയ സുന്ദരനാണ്, ഞാൻ വലിയ ആരോഗ്യവാനാണ്, ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ്, ഞാൻ വലിയ ജനസ്വാധീനമുള്ള ആളാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വിരൽ ചൊടിച്ചാൽ 1000 എൻ്റെ പുറകെ വരാൻ കഴിവുള്ള ആളാണ്, ഞാൻ വലിയ ലൈംലൈറ്റ് നിൽക്കുന്ന ആൾ, പ്രശസ്തനാണ്. അങ്ങനെ ഓരോ തരത്തിലുള്ള ഈഗോ മനുഷ്യനുണ്ട്, ഷാഡോ ഈഗോയുണ്ട്. ഇതുമായിട്ടാണ് വരുന്നത്.
രോഗിയായിട്ടല്ല. അപ്പോൾ ബസ്സേ നമ്മൾ കയറുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടക്ടേഴ്സ് ഒക്കെ നമ്മളൊരു ടിക്കറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുമ്പോൾ രോഗിയാണ്. അപ്പോൾ ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അവരോടും ചോദിക്കുമ്പോൾ ഇവർ ഈ ഷാഡോ വെച്ചാണ് സാറിൻ്റെ പേരെന്തിന് എൻ്റെ പേര് അറിഞ്ഞുകൂടെ, മനസ്സിലായില്ല, അത്തരത്തിലുള്ള ചില ഈഗോ ഒക്കെ പ്രകടമാവുകയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പറഞ്ഞ് മിണ്ടണ്ടെന്ന് പറയും. യു കീപ് ക്വയറ്റ് ഫോർ 1 വീക്ക്, ഒരാഴ്ച നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇവരുടെ ഭാഗത്ത് തെറ്റുകൊണ്ടല്ല, അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ ഈഗോ വെച്ച് എന്നോടാരാണ് ഇവർ ചോദിക്കാൻ, ഞാൻ ഇന്നാരല്ലേ, ഞാൻ ഇന്ന വ്യക്തിയല്ലേ, ഇതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഞാൻ പറയും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഒരാഴ്ച കഴിഞ്ഞെന്ന് പറയും. ഒരാഴ്ചയോ 2 ആഴ്ച കഴിയുമ്പോൾ ഇവരുടെ മാറ്റം അത്ഭുതകരമാണ്. ഈ പതോളി ലാബിൽ പോയിട്ട് അതിൻ്റെ റിപ്പോർട്ട് മേടിക്കുമ്പോൾ ഇങ്ങനെ കയ്യിലിടുന്ന് വിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അവരുടെ. നിങ്ങൾക്ക് ലങ് ക്യാൻസറാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് കിട്ടുന്ന സമയത്തുണ്ടല്ലോ പലപ്പോഴും അവരുടെ നിശ്ചേഷരായി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെയുള്ള എല്ലാ അഹങ്കാരങ്ങളും മാറുകയാണ്. മനുഷ്യൻ എന്തോ വലിയ എന്തോ സംഭവമാണെന്ന് ഓരോരുത്തരും ധരിച്ചു വശമായിട്ട് വരുന്ന എല്ലാം തന്നെ കേവലം ഈ 60-70 കിലോ മാംസമാണെന്നും ഇത് മണ്ണിലേക്ക് ലയിച്ചു ചേരേണ്ടതാണെന്നും ഇത് ധൂളിയായിട്ട് പോകേണ്ടതാണെന്നും ഇത് കുഴിവെടുത്തുകൊണ്ട് പോകേണ്ടതാണെന്നുമുള്ള വലിയൊരു അറിവ് അറിയാതെ അവരുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അവർ നിസ്വരായി മാറുന്നു, വിനയവാരാൻ മാറുന്നു, മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരായിട്ട് മാറുന്നു. തന്മയീഭാവം എന്ന് പറയുന്ന സംഭവം സിമ്പതിയല്ല, എമ്പതി ഉണ്ടാകുന്നു. നല്ല മനുഷ്യരായിട്ട് മാറുന്നവരാണ് ബഹുഭൂരിപക്ഷം. ഒരു 100 പേരെടുത്താൽ 95% പേരും നല്ലവരായിട്ട് മാറുന്ന അനുഭവങ്ങളെ എനിക്കുള്ളൂ. കുറച്ച് പേരുണ്ടാവും, ഇറ്റ്സ് അവരുടെ ജന്മസിദ്ധമായിട്ട് ചില കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ അങ്ങനെ തന്നെ ഇഷ്ടബോണായിട്ട് നിൽക്കുന്നു. അല്ലാത്ത ബാക്കി എല്ലാവരും തന്നെ ഈ രോഗം ബാധിച്ച് ഒരു നന്മയുടെ നക്ഷത്രങ്ങളായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതാണ് ഒരു ജീവിതത്തിൻ്റെ പൊതുവായല്ല. അപ്പോൾ അവരോട് ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ അവരോട് നേരത്തെ വഴക്കുണ്ടാക്കിയിരുന്നെങ്കിലോ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിലോ ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പോഴവരെ ഭയങ്കര വാത്സല്യനിധികളായിട്ട് അവരോട് സംസാരിക്കുന്നത്, അവരെ മക്കളെ പോലെയാണ് ഇപ്പം കരുതുന്നത്. അപ്പോൾ ആ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അതല്ല, ഇതൊരു ടാക്റ്റാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ സൈക്കറിഞ്ഞ് നമ്മൾ പെരുമാറാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ വരും, സംഭവിക്കും, ഇവരിങ്ങനെ വരാൻ പോവുകയാണ്, ഇതാണ് അവരുടെ അവസ്ഥ, നമുക്കറിയാം. അങ്ങനെ ഒരുപാട് പേര്, അതിനകത്ത് കുറച്ച് പേരൊക്കെ മരിച്ചു പോകും, കുറച്ച് ജീവിതത്തിലേക്ക് ഒരു നല്ല മനുഷ്യരായിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ട് നല്ല മനുഷ്യരായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ക്യാൻസറിനെ അതിജീവിച്ചവരെല്ലാം അവർ പോരാളികളാണ്. അവർ വലിയ യുദ്ധം ജയിച്ചു വന്ന പടയാളികളാണ്. അവർ ക്യാൻസറിനെ അതിജീവിച്ചു വന്നവരാണ്. അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും ജീവിതത്തിൽ. ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഒരുപാട് പേര് അങ്ങനെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളവരുണ്ട്.